സുനിൽ അൽബാറു, എന്തൊക്കെയാണ് രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങളായി ലഭിക്കുന്നത്? ഈ മരണസംഖ്യ അടക്കമുള്ള കാര്യങ്ങൾ. അജിംഷാദ്, രക്ഷാപ്രവർത്തനത്തിന്റെ പുതിയ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് 2-3 കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെയാണ്. ഒന്ന്, രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിച്ച എംപിമാർ അടിയന്തരമായി കേന്ദ്ര സർക്കാർ ഇടപെടണം, അതിനുവേണ്ട രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കേന്ദ്ര സേനയെ കൂടുതലായി ഇറക്കേണ്ട ആവശ്യകത ഉന്നയിച്ചിട്ടുണ്ട്. അത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ രക്ഷാപ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഫലപ്രദമായിട്ടുള്ള നടപടി ഉണ്ടാകൂ എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യം അപ്ഡേറ്റ് ചെയ്യാനുള്ളത്, ലോക്സഭയിലും ഇതിൽ എംപിമാർ, കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. വയനാട്ടിലുണ്ടായിട്ടുള്ള ഈ ദുരന്ത കാഴ്ചയിൽ അടിയന്തരമായി തന്നെ ഇടപെടണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു കാര്യം അപ്ഡേഷനായി പറയാനുള്ളത്, ഈ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചൂരൽമലയിൽ കൺട്രോൾ റൂമുകൾ തുറന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പുതുതായി വരുന്നത്. എഞ്ചിനീയറിംഗ് വിഭാഗം എത്തിയാൽ മാത്രമേ പാലത്തിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ പാലം കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് ഒരു ടെമ്പററി ആയിട്ടുള്ള സംവിധാനം നടത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുക എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് നൽകുന്നത് എന്നുള്ളത് ഓരോ അപ്ഡേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും. ഇവിടെ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് പോകാനും വയനാട്ടിൽ നിന്ന് ടെറിട്ടോറിയൽ ആർമി പുറപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്നെത്തും. ഇനി ഈ ദുരന്തവുമായി പറയുമ്പോൾ സമീപ ജില്ലകളിലെ കാര്യങ്ങൾ കൂടെ പ്രേക്ഷകർക്ക് അറിയേണ്ടതായുണ്ട്. അതുകൂടെ ഞാൻ സൂചിപ്പിച്ചിരിക്കാം. ഒന്ന്, തൃശ്ശൂർ മേഖലയിൽ ശക്തമായിട്ടുള്ള മഴയുണ്ട്. പല പ്രദേശങ്ങളിലും റെയിൽവേ പാളം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലമ്പൂരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് ഉള്ള റിപ്പോർട്ട് നമ്മുടെ സോലിക്ക് നൽകുന്ന പ്രകാരം മലപ്പുറത്ത് നിന്നുള്ള കാര്യങ്ങളിൽ അവിടെയും പുഴകൾ കരകവിഞ്ഞ് ഒഴുകുന്നു. പട്ടാമ്പി പാലം വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള ഒരു നടപടികളിലേക്ക് അതൊക്കെ പ്രശ്നങ്ങളാണ്. കാരണം എന്താണെന്നറിയാമോ, ഈ മലപ്പുറത്തും കോഴിക്കോട് അടക്കമുള്ള സമീപ പ്രദേശങ്ങളിൽ ചെറു ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും അവിടുത്തെ പുഴകളും ഒക്കെ കരകവിയുന്നത് അവിടെ നിന്ന് ഉള്ള രക്ഷാപ്രവർത്തകരെ എത്തിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. അത് തുടക്കഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതാണിപ്പോൾ ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്നത്. കാരണം റോഡ് മാർഗം മാത്രമേ അവിടേക്ക് വളരെ പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് എത്തിച്ചേരാൻ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യം. ഇതിന് ഭീഷണിയായി ഇത്തരത്തിലുള്ള ചില തടസ്സങ്ങളുണ്ട്. എയർ ലിഫ്റ്റിംഗ് സംവിധാനത്തിലെ കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ എയർ ലിഫ്റ്റിംഗ് സംവിധാനം സാധ്യമാവുകയുള്ളൂ എന്നാണ് നമുക്ക് അനൂപ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് കൂടുതൽ ആളുകളെ പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് സജ്ജമായി കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ മേപ്പാടി ആശുപത്രി അടക്കമുള്ളിടത്ത് ആരോഗ്യവകുപ്പ് പ്രത്യേക രീതിയിലുള്ള കൺട്രോൾ റൂമുകൾ തുറന്നുകൊണ്ടുള്ള അപ്ഡേഷൻസ് കൃത്യമായി നൽകുന്നുണ്ട്. അതിൽ നിരവധി പേർ ICUയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതിൽ 3 പേരുടെ നില ഗുരുതരം എന്നുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള കണക്കുകൾ പറഞ്ഞാൽ നമുക്ക് നേരത്തെ പല ആളുകളും കൈരളി TVയോട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഏറെ ഗുണകരമായി വരുന്നുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും പലരും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് കൂടുതൽ അറിയാനായിട്ടും അവിടേക്ക് വളരെ പെട്ടെന്ന് തന്നെ NDRF സംഘത്തിനും ഫയർഫോഴ്സിനും പോലീസിനും റവന്യൂവിൻ്റെ വിവിധ വിഭാഗങ്ങൾക്കും എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ അനുയോജ്യകരമായിട്ടുള്ള കാര്യമാണ്. അത്തരം കാര്യങ്ങൾ തീർച്ചയായും വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ ജില്ലാതല മീഡിയ കൺട്രോൾ റൂം തിരുവനന്തപുരത്ത് PRD ഡയറക്ടറേറ്റിലെ അടക്കമുള്ള കാര്യങ്ങൾ പ്രസ് റിലീസ് വിഭാഗത്തിൻ്റെ സംസ്ഥാനതല മീഡിയ കൺട്രോൾ റൂമാണ് തുറന്നിട്ടുള്ളത്. വയനാട്ടിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദുരന്ത നിവാരണ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക വിവരങ്ങളും സർക്കാരിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകളും മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിലാണ് മീഡിയ കൺട്രോൾ റൂം പ്രവർത്തിക്കുക. കാരണം അതൊരു നിസ്സാര കാര്യമല്ല. കാരണം ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിദഗ്ധർ, കാരണം രാജ്യം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ദിശയിലേക്ക് ഉയർന്ന ജാഗ്രതായ ഒരു ദിശയുണ്ട്. കാരണം പാർലമെൻറ്റിലൊക്കെ അതിൻ്റെ ബില്ലുകളൊക്കെ അമെൻഡ് ചെയ്ത ഒരു സാഹചര്യം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഈ വിവരങ്ങൾ ഒന്നും ഈ മറ്റ് രീതികളിലേക്ക് അനൗദ്യോഗികമായ വിവരങ്ങൾ പ്രചരിക്കാൻ പാടില്ല. അത് രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും വേണ്ട സുതാര്യമായൊരു ഘടകമാണ്. അതുകൂടി
ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സുനിൽ പറഞ്ഞു, അതായത് സംസ്ഥാനത്തിന്റെ എല്ലാ തലങ്ങളും ജാഗ്രതായി കഴിഞ്ഞു. അതിനോടൊപ്പം ഏറെ മുഖ്യമന്ത്രിയുടെ ഇടപെടേണ്ട മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഡ്രോണുകൾ ഉപയോഗിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ തന്നെ പല ആളുകളും കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡ്രോൺ നിരീക്ഷണം അത് സഹായകരമാകും. എങ്കിൽ മാത്രമേ അവിടേക്ക് ഈ ദൗത്യ സംഘത്തിന് എത്താൻ പറ്റുകയുള്ളൂ. അതും ഫലപ്രദമായി തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണം നടത്തി ഏതൊക്കെ മേഖലകളിലാണ് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത്, അല്ലെങ്കിൽ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ വീടുകൾ ഇടിഞ്ഞ് വീണ് അതിനകത്ത് ആളുണ്ടോ എന്നുള്ള സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്താനായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലയിൽ നിന്ന് ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിനാണ് ഇപ്പോൾ വയനാട് മേഖലകളിൽ നമ്മുടെ ഈ ദുരന്ത മേഖലകളിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് മുണ്ടക്കയിലായാലും ചുരൽമലയിലായാലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഇനി വളരെ വ്യക്തമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയമാണ്. എല്ലാവരും ഈ ദൗത്യസേന കൃത്യമായി എത്തേണ്ട സ്ഥലത്ത് എത്തുന്നത്, അതനുസരിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അജിം ഷാദ്, തീർച്ചയായും വയനാട് ദുരന്ത ഭൂമിയിലേക്ക് എല്ലാ സഹായങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവിടെ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. അട്ടമലയിലും മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. മാത്രമല്ല, ഈ ചാലിയാർ പുഴയുടെ തീരങ്ങളൊക്കെ കരകവിഞ്ഞൊഴുകുന്നു. മലപ്പുറം നിലമ്പൂർ ഭാഗത്തുകൂടി ഒഴുകുന്ന ചാലിയാർ പുഴയിൽ ഈ വയനാടിൻ്റെ ദുരന്ത ഭൂമിയിൽ നിന്ന് ഒഴുകിയെത്തിയ കാഴ്ചകൾ വളരെ വേദനിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം മനുഷ്യജീവനുകൾ വേറുപെട്ട നിലയിൽ മനുഷ്യജീവനുകൾ, ഒപ്പം വീടും വീട്ടുപകരണങ്ങളും കല്ലും തടിയും ഒക്കെ ഒന്നാകെ ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തുകയാണ്. അവിടെ CPIM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവിടെ വേണ്ട ക്രമീകരണങ്ങൾ, അത് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടതും ഒപ്പം മൃതദേഹങ്ങൾ കരക്കടിപ്പിക്കുന്നതിനും ഒക്കെയുള്ള പ്രവൃത്തികൾ അവിടെ ഊർജിതമായി നടക്കുന്നുവെന്ന് അല്പം മുമ്പ് നിലമ്പൂർ MLA PV അൻവർ കൂടി കൈരളി ന്യൂസിനോട് അറിയിപ്പിച്ചതാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി ഇപ്പോൾ പറയാനുള്ളത് താൽക്കാലികമായ പാല നിർമ്മാണം അവിടെ പുരോഗമിക്കുന്നത്. തകർന്നു പോയ പാലം ദുരിതാശ്വാസത്തിന് രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് ആ പാലം നിർമ്മിക്കുക എന്നത് വലിയൊരു ദൗത്യം കൂടിയാണ്. ആ പൊളിഞ്ഞ പാലം താൽക്കാലികമായി അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ പാലം പൂർത്തിയാക്കാനാകും. താൽക്കാലിക പാലം, ബെയിലി പാലമൊക്കെ പോലെയുള്ള താൽക്കാലിക പാലം പൂർത്തിയാക്കാനാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പാലത്തിന് വേണ്ടിയുള്ള നിർമ്മാണ സാമഗ്രികളുമായി സൈന്യത്തിൻ്റെ ഭാഗമായി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നാം ഇപ്പോൾ കാണുന്നത്. PV കുട്ടൻ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കുട്ടൻ, ഈ പാലം പണി എങ്ങനെയാകും പുരോഗമിക്കുക? താൽക്കാലികമായ പാലം വയനാട് മുണ്ടക്കയും അട്ടമലയും ഒറ്റപ്പെട്ടിരിക്കുന്നു. ദുരന്ത വാർത്ത അറിഞ്ഞ് അവിടേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തനവുമായി സഹകരിക്കാനുള്ള പ്രവൃത്തികളും ആരംഭിച്ചു. സംസ്ഥാനം ഒന്നാകെ കൈകോർക്കുന്നു.